അപ്പോൾ അതങ്ങനെയുണ്ട്, ഇതുണ്ട്, എല്ലാം കൊണ്ടും അവരെ വിളിക്കുമ്പോൾ അതിന് പോകും. അതെ അതെ, അല്ല കുഴപ്പമില്ല, നല്ല കാര്യം. നമ്മൾ ഏത് വയസ്സിലും നമ്മളെ ആരോഗ്യത്തോടെ എപ്പോഴും നമ്മൾ പവറായിട്ട് നിൽക്കുക. നമ്മൾ പ്രേമം എന്ന് പറഞ്ഞ പടത്തിലൊക്കെ പറ്റില്ല, ഡയറക്ടർ അൽഫോൺസ് പുത്രനെ ഇനിയാ കാണിക്കുന്നത്. അത് ശരിയാ, പ്രേമം പടം കണ്ടു നോക്ക്. അപ്പൊ ഒറ്റ തുടങ്ങുമ്പോൾ തന്നെ എന്നെ കാണും. കാണാം. നിവിൻ പോളി അല്ല, ഒരു കൂടുതലുള്ള ഒരു പെണ്ണിനെ പ്രേമിക്കാൻ വേണ്ടിയൊക്കെ വരുന്ന ഒരു പശ്ചാത്തലം. അപ്പൊ അവിടെയൊക്കെ ഞാനൊക്കെ ചായക്കടയായിട്ട് വേണ്ടി ഒരു കഥാപാത്രമാണ്. ഇവിടെ തിരിച്ചെടുത്താൽ മതിയല്ലോ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ എനിക്ക് ഇവിടെ നമ്മൾ നടന്നു. അപ്പൊ എനിക്ക് സുഖം സൈഡ് പിടിച്ചാണ് പോയാൽ തൈര് പിടിച്ചു പോകും. അവിടെ ഒന്നും പഠിക്കാതെ കുറച്ച് ഞാൻ തൈര് പിടിച്ച് പോകും. ക്രോസ് ചെയ്യാൻ മാത്രം ക്രോസ് ചെയ്യേണ്ടത് ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, എല്ലാத்தைയും ഇഷ്ടമാണ്. നിങ്ങൾ കുറേ സമയം പോയല്ലേ? ഇല്ല, അത് കുഴപ്പമില്ല. വേറെ ആരോ കാത്തു വെക്കുമായിരുന്നല്ലോ. അല്ല, അത് കുഴപ്പമില്ല. അതൊക്കെ ചിലപ്പോൾ നമ്മൾ യാത്രയിടയ്ക്ക് ചില ബ്രേക്ക് ഒക്കെ നല്ല എപ്പോഴും കിടക്കല്ലേ, ടിസ്റ്റ് തന്നെ എപ്പോഴും നല്ലതാണല്ലോ. എപ്പോഴും അങ്ങനെ ആയിരിക്കും. നമ്മളൊരു സമയം പോയി വിചാരിക്കണം. അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഇല്ലെങ്കിൽ ഞാൻ നേരെ വീട്ടിൽ പോയി കിടന്നല്ലാണ്ട് ആത്ത സമയം പോയി കിടക്കൽ മാത്രമേ ഉള്ളൂ. വേറെ എൻഗേജ്മെന്റ് നമുക്കില്ല ആ സമയത്ത്. അപ്പൊ കളറിന്റെ കാര്യം പറഞ്ഞ ശ്രദ്ധിക്കണം കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് കളറായിരുന്നു നിങ്ങൾക്ക് നല്ലത് കേട്ടോ. ബ്ലാക്ക് ആൻഡ് ഡാർക്ക് കളേഴ്സ് മസ്റ്റ് ബി അവോയ്ഡഡ്. ലൈറ്റ് റെഡ്, റോസ്, സ്കൈ ബ്ലൂ, ഇലക്ട്രിക് ബ്ലൂ മനസ്സിലായില്ലേ? കളർ ഓഫ് ദ ഫ്ലെയിം ഓഫ് സ്റ്റൗ, ഫ്ലെയിമിന്റെ കളർ, അതൊക്കെ നിങ്ങൾക്ക് അട്രാക്റ്റീവാ. ബ്ലാക്ക് ഇപ്പൊ തൽക്കാലം ഒന്ന് കുറച്ചേക്ക് കുറക്കുന്നതാണ്. ഇപ്പൊ സംഭവിച്ച പ്രശ്നത്തിന് ആ രോഗത്തിന്റെ പേര് ഡോക്ടർ വല്ലതും പറഞ്ഞു? എനിക്ക് മൾട്ടിപ്പിൾ മൈലോമ എന്നും പറഞ്ഞു. മൾട്ടിപ്പിൾ മൈലോമ, അതിന് പ്ലാസ്മസൈറ്റോമ, ബ്ലഡ് ക്യാൻസർ. എനിക്ക് മജ്ജയിലാണ് വന്നേക്കണം, നട്ടലിനോട്. ലുക്കേമിയുമായിട്ട് ബന്ധപ്പെട്ട ലുക്കേമിയയുടെ ചെറിയൊരു പ്ലാസ്മസൈറ്റോമ എന്ന് പറഞ്ഞു. ലുക്കേമിയയുടെ അതില് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ബ്ലഡിന്റെ അകത്ത് ഈ റെഡ് ബ്ലഡ് കോർപ്പസൽസിന്റെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ പല ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ത്രോംബോസ്റ്റിക് സൈറ്റോപർപ്പുല, ത്രോംബോറ്റിക് പർപ്പുല, ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റോപനിക് പർപ്പുല എന്നൊക്കെ പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. അതില് ഇത് ഇപ്പൊ നിങ്ങൾ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഇത് കുഴപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ഡയറ്റിൽ കൺട്രോൾ ചെയ്താൽ എങ്ങനെയാണ് ഇതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാവുന്നതായ റെഡ് കൂട്ടാൻ പറ്റിയത്. അതിനകത്ത് നമ്മൾ ഈ കപ്പങ്ങയുടെ ഇതില്ലല്ലോ, അത് നല്ലതാ. പിന്നെ മറ്റ് വേറെയും ചില സംഭവങ്ങളുണ്ട്. ഇത് അത് വേറൊരു ഫ്രൂട്ട് ഉണ്ടല്ലോ, കിവിയിലും ഇതുണ്ട്, കൗണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കും കേട്ടോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇടയ്ക്ക് ഇതുപോലെ വൈകിട്ട് വെച്ച് കാണാം. ഇങ്ങനെയൊക്കെ കാണും കേട്ടോ. അതൊക്കെ ആക്സിഡന്റൽ മീറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും. പോയിക്കോളെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ. അങ്ങനെ ഞാൻ പുള്ളിനെ കുറേ നാളായിട്ട് ഇങ്ങനെ കാണണമെന്ന് വിചാരിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇതുപോലെ കണ്ടിരുന്നു. വളരെ നമ്മുടെ ഹ്യൂമൻ ബോഡിയെക്കുറിച്ച് പുള്ളി സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മളെന്നെ കിടുങ്ങിപ്പോയി. ഒരു ഡോക്ടേഴ്സിന് പോലും അവയർനെസ് ഇല്ലാത്ത കാര്യങ്ങളാണ് പുള്ളിയുടെ സംസാരത്തിലൊക്കെ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു ഡോക്ടറെ കണ്ടു, തിരിച്ച് ഒരു മെഡിസിൻ മേടിച്ച് വരുന്ന വഴിക്കാണ് ആലുവ മാർക്കറ്റിൻ്റെ അടുത്ത് വെച്ച് ആളെ കണ്ടത്. അപ്പോൾ തന്നെ പിന്നെ ഞാൻ വണ്ടി നിർത്തി ആളെ കയറ്റി സംസാരിച്ചു. പുള്ളി എങ്ങോട്ടാന്ന് ചോദിച്ചു. അമ്മ ഇങ്ങനെ കളമശ്ശേരിക്കാന്ന് പറഞ്ഞു. എന്നെ ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഓക്കെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹമായിട്ട് പോയി യാത്രയിൽ കുറേ കാര്യം സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഡിസീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളി ഒരു ചായ, ഞങ്ങളൊരു വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാർ പുള്ളിയെ പരിചയമുള്ളതുണ്ട്. പിന്നെ അവരൊക്കെ ആയിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും വന്ന്. പുള്ളി പിന്നെ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസ് വന്ന കാര്യവും കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ
ഒക്കെ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവരൊക്കെ അവിടെ നിന്ന് നോക്കിയവർ ഞങ്ങൾ ഇതിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ ആളിപ്പോൾ ഓൾറെഡി 82 years ആയി. എങ്കിലും കുഴപ്പമില്ല, ആളിപ്പോൾ സ്മാർട്ടായിട്ട്. പുള്ളിയുടെ ഭാഷാ ശൈലിയാണ്, ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടുങ്ങിപ്പോകും. അത്രയ്ക്ക് നല്ല ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്, ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ളത്. എന്തായാലും എന്നൊരു പോക്ക് എനിക്ക് വേസ്റ്റായില്ല, നല്ലൊരു യാത്രയായിരുന്നു. ഓക്കെ, താങ്ക് യു.